ജീവിതത്തിൽ ഒരത്ഭുതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വചനത്തിൽ നിരവധി അത്ഭുതങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുസരണത്തോടുള്ള ബന്ധത്തിൽ ഒരത്ഭുതം നമുക്കൊന്ന് ശ്രവിച്ചാലോ? ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം 4-ാം വാക്യവും. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രമേയം, അനുസരിക്കുവാനുള്ള താമസമേ ഉള്ളൂ നിൻ്റെ ജീവിതത്തിലെ അത്ഭുതത്തിന്. ഒന്നുകൂടെ വ്യക്തമാക്കാം, അനുസരിക്കുവാനുള്ള താമസമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതത്തിന്. കാനായിലെ കല്യാണത്തിങ്കൽ യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി തൻ്റെ അമ്മയോട് കൂടെ അവിടെ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നു. അവിടെ നിരവധി പേർ കടന്നു വന്ന് ആ വിവാഹം വളരെ മംഗളകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കടന്നു വന്നവർ ഭക്ഷിക്കുന്നുണ്ട്, പാനം ചെയ്യുന്നുണ്ട്, വീഞ്ഞു കുടിക്കുന്നുണ്ട്. ഇതിനടുവിൽ കൂടാരത്തിൻ്റെ അകത്തെവിടെയോ ഒരു ശൂന്യത വെളിപ്പെട്ടതായി കാണുവാനിടയാകുന്നു. യേശുവിൻ്റെ അമ്മ ഓടി വന്ന് യേശുവിനോട് പറയുന്ന ഒരു വാക്യപ്രകാരമാണ്, വീഞ്ഞ് തീർന്നുപോയി. വീഞ്ഞ് തീർന്നുപോയി എന്ന് പറയുമ്പോൾ യേശു പറയുന്നത്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യേശു പറയുന്ന വാക്യപ്രകാരമാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുന്ന ഒരു വാക്യപ്രകാരമാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പകൽക്കാലം നാം ദൈവശബ്ദം കേൾക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹം ആവശ്യമാണോ? ഒരത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? പലപ്പോഴും ഇപ്രകാരമുള്ള സിറ്റുവേഷനുകളിൽ പലരും ആയിരിപ്പുണ്ട്. രക്ഷപ്പെടുവാൻ സംഗതിയില്ലാതെ, ഹല്ലേലൂയ, എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ, ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് വിചാരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നടുവിൽ ഇന്ന് പകൽ നമുക്ക് ഈ ദൂതിലേക്ക് ശ്രവിക്കാം. അനുസരിക്കുവാനുള്ള താമസമേ ഉള്ളൂ ജീവിതത്തിൽ ഒരത്ഭുതം വെളിപ്പെടുവാൻ. യേശുവിൻ്റെ അമ്മ പറഞ്ഞു, ശുശ്രൂഷക്കാരോട് പറയുന്ന ഒരു വാക്യപ്രകാരമാണ്, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. യേശു ഇന്നുവരെ ഒരത്ഭുതം ചെയ്തിട്ടില്ല. തൻ്റെ ജീവിതത്തിങ്കൽ യേശു ജനിച്ച സമയം മുതൽ ഈ കാനായിലെ കല്യാണത്തിങ്കൽ ചെല്ലും വരെ ഒരത്ഭുതവും തൻ്റെ ജീവിതത്തിൽ ഈ വാത്സല്യ മാതാവ് കണ്ടിട്ടില്ല. തൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരും മറ്റു പ്രിയപ്പെട്ടവരും ഈ അത്ഭുതങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ ഇല്ല. എന്നാൽ യേശുവിൻ്റെ അമ്മ ഇത് പറയാനുള്ള കാരണം, പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഇവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യിരെമ്യാ പ്രവചനം എടുത്ത് പഠിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം പഠിക്കുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്ന നിരവധി സംഭവങ്ങളുണ്ട്. അവിടെ വ്യക്തമായി പറയുന്നു, ഇവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. യേശു ക്രിസ്തു അമ്മയുടെ ഉദരത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പ്രഖ്യാപിച്ച ഒരു വാക്യപ്രകാരമാണ്, സ്തോത്രം, സ്ത്രീയെ, ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ് എന്നൊക്കെ വചനത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതം എവിടെ വ്യക്തമാക്കുകയാണ്. ഏതൊരു തലമുറയുടെയും ജീവിതത്തിൽ ഒരത്ഭുത വിഷയമാക്കി തീർക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ലഭ്യമായിരിക്കുന്ന ഒരു അനുഭവമല്ല, കേൾക്കപ്പെട്ട ആലോചനകളാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആലോചനകൾ അമ്മ ഹൃദയത്തിൽ സംഹരിച്ചിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ഇത്യാദി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്യാദി വിഷയങ്ങൾ തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ളത് കൊണ്ട് യേശുവിൻ്റെ അമ്മ ഒരു പക്ഷേ ഇതായിരിക്കാം എൻ്റെ മകനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ സമയം ഇതായിരിക്കാമെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് യേശുവിനോട് പറയുന്നു, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. എന്നാൽ യേശു പറയുന്ന മറുപടി, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അവിടെ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഈ അമ്മ ഓടിച്ചെന്ന് ശുശ്രൂഷക്കാരോട് പറയുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. എന്നാൽ അടുത്ത സെക്ഷൻ, യഹൂദന്മാരുടെ നിയമപ്രകാരം ശുദ്ധീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന 5-6 കൽപ്പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ കൽപ്പാത്രങ്ങളെ യേശു നോക്കിയിട്ട് പറഞ്ഞു, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ. അടുത്ത സ്റ്റെപ്പ്,
അവർ വക്കോളവും നിറയ്ക്കുന്ന ഒരു സംരംഭം കാണുന്നു. വക്കോളം നിറച്ച് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, ഇത് വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കുകയും. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരത്ഭുതം ആഗ്രഹിക്കുന്നവരെ നമ്മെല്ലാം. നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ പലപ്പോഴും ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നതാണ്. യേശുവിൻ്റെ അമ്മയ്ക്ക് തൻ്റെ മകൻ ഒരത്ഭുത വിഷയമായി എന്നാ പുറപ്പെടുന്നതെന്നുള്ള ചിന്ത ഒരുപക്ഷെ വ്യാകുലതയ്ക്ക് കാരണമായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വചന ശുശ്രൂഷ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ മാന്യ ശ്രോതാക്കളോടും ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് കൈമാറാനുള്ള ഒരു വിഷയമെന്നത്, ജീവിതത്തെങ്കിൽ അനുസരിക്കുന്നത് യാഗത്തെക്കാളും മുട്ടാടുകളുടെ മേധസ്സുകളെക്കാളും നല്ലതെന്ന് ദൈവവചനത്തിൽ നാം ശ്രവിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുസരിക്കുന്നത് ഒരു നല്ല ശീലമാക്കേണ്ടത് ഏറ്റവും ആവശ്യകരമാണ്. അപ്പോൾ അനുസരിക്കുവാൻ തയ്യാറായി യേശു പറഞ്ഞു, ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുകയും അവർ വക്കോളവും നിറച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നു. വക്കോളവും നിറച്ച വെള്ളം ഇവരെടുത്തു. ഇനി രണ്ടാം സെക്ഷൻ എന്ത് എന്നുള്ള ഒരു വ്യാകുലം അവരുടെ ജീവിതത്തെ അലട്ടിയേക്കാം. യേശുവിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ശ്രവിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ ഒരു അത്ഭുതം ചെയ്തിട്ടില്ലാത്ത യേശു എന്തു ചെയ്യുവാനായിരിക്കും ഈ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ അവൻ കൈമാറിയതെന്ന് വിശ്വസിക്കപ്പെട്ടേ നമുക്ക് തീരൂ. യേശു നമ്മുടെ വചനത്തിൽ വായിക്കുന്നു, അത്ഭുതങ്ങളിലെ ആദ്യത്തെ അത്ഭുതമായ യേശുവിൻ്റെ തൻ്റെ ജീവിതത്തിൽ താൻ ജനിച്ച കാലം മുതൽ 30 വയസ്സ് വരെ താൻ ആയിരിക്കുന്ന ഈ സമയങ്ങളിൽ തൻ്റെ ഒന്നാമത്തെ അത്ഭുതമായി കാനായിലെ ഈ അത്ഭുതം വെളിപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ കൂടാരത്തിൻ്റെ അകത്ത് ഒരു വലിയ വേദനയ്ക്ക് കാരണമായി. കാരണം ഒരു നല്ല സന്തോഷത്തിൻ്റെ സമയം അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുഖത്തെ നോക്കുവാൻ കഴിയാതെ, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാതെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. എല്ലാം വിഭവ സമൃദ്ധിയോടെ അവിടെ ആയിരിക്കുമ്പോഴും അവർക്കൊരിക്കലും അവിടെ തീർന്നു പോകാൻ കഴിയാത്ത ഒരു സംഭവം അവിടെ തീർന്നിരിക്കുന്നു. കാരണം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വീഞ്ഞ് അവരുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഏറ്റവും പ്രയോജനപ്പെട്ട, ഏറ്റവും ആവശ്യകരമായ ഒന്ന് അവരിൽ നിന്നില്ലാതായപ്പോൾ ആ ഭവനത്തിലുള്ളവർ എന്തു ചെയ്യുമെന്നറിയാതെ വ്യാകുലപ്പെട്ട് ഓടി നടക്കുക. പെട്ടെന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മേടിക്കുവാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എന്നതിനെ ശേഖരിക്കുവാനുള്ള സമയമില്ല. കാരണം അവിടെ വന്നവർ ഇത് കുടിക്കുകയും അവർ സന്തോഷിക്കുകയും അവരുടെ കൂടെ സംസാരിച്ചൊക്കെ നടക്കുമ്പോൾ അവരാരും ഈ കൂടാരത്തിൻ്റെ അകത്തെ പ്രശ്നങ്ങളെ അറിയുന്നില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, കൂടാരത്തിൻ്റെ അകത്ത് സന്തോഷമുണ്ടെങ്കിലും ആ സന്തോഷത്തെ ചേർന്നൊരു ദുഃഖം അവരനുഭവിക്കുകയാണ്. സന്തോഷത്തിൻ്റെ നല്ല സുദിനങ്ങളാണ്. ഒരു വിവാഹം മുഖാന്തരമായി ഈ പകൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വളരെ ദുഃഖം അനുഭവിക്കുന്നവരാണ് എന്നെ ശ്രവിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തോണം, ദൈവം ഒരത്ഭുതം ചെയ്യുവാൻ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിനെ അനുസരിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? അവൻ്റെ വചനത്തിൽ പ്രമോദിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? വിശ്വാസ കണ്ണുകൾ കൊണ്ട് ഇന്ന് പകൽക്കാലം ഒരത്ഭുതം കാണുവാൻ കഴിയും. കാരണം വിശ്വാസത്താൽ അതിനെ പ്രാപിച്ചെടുക്കുവാൻ നാം ഓരോരുത്തരും ഓരോ ദിവസവും വളരേണ്ടതായിരിക്കുന്നു. അപ്പോൾ ആ ഭവനത്തിൽ യേശു പറയുന്ന വാക്ക്, ഈ പാത്രങ്ങൾ നിറയപ്പെടട്ടെ. പാത്രങ്ങൾ നിറച്ചെടുത്തു. അടുത്ത വാക്ക് യേശു പറയുന്നു, ഇത് കൊണ്ടുപോയി വിളമ്പുകയും. അപ്പോൾ വെള്ളം ഈ പാത്രത്തിലേക്ക് കൊണ്ടൊഴിച്ചതിന് ശേഷം വിളമ്പാൻ പറയുന്നതിൻ്റെ ആശയം എന്താ? ഒരത്ഭുതം അവിടെ സംഭവിച്ചിട്ടില്ല, അവനൊന്നും സംസാരിച്ചിട്ടില്ല. യേശു ഇതിനകത്തൊന്നും സംസാരിക്കുന്നില്ല. കാരണം എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാം സെക്ഷൻ യേശു പറയുന്നത്, ഇത് കൊണ്ടുപോയി വിളമ്പുക. ഇത് വിളമ്പാൻ പറയുമ്പോൾ അവർ പാത്രങ്ങളിലെടുത്തു, അവർ കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന വിരുന്നുവാഴിക്ക് കൊടുത്തു. രുചി നോക്കിയ വിരുന്നുവാഴി വന്നു, ഇത്ര നല്ലത് നിങ്ങൾ എവിടെയാണ് വെച്ചത്? അനുസരിക്കുന്ന ഒരു പ്രിയപ്പെട്ട ദൈവജനത്തിന് അവിടെ വലിയ ഒന്നും ചെയ്യേണ്ടതില്ല, എടുത്തു കൊടുത്താൽ മതി. കാരണം വിശ്വാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിൽ വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നുവെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലാത്തതും നമ്മുടെ കണ്ണുകൾക്ക് മറയപ്പെട്ടതുമായ അഘോചാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കിക്കോണേ, ഈ പാത്രം അവരുടെ മുമ്പിലേക്ക് ഒഴിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ഒരത്ഭുതം നടക്കുന്നത്. ഒരു പക്ഷേ ആ വെള്ളം അതിനകത്ത് ഒഴിച്ചപ്പോഴായിരിക്കാം ഒരു പക്ഷേ അവിടെ അത്ഭുതം സംഭവിക്കാനിടയായി തീർന്നത്. ഏതായിരുന്നാലും വിശ്വാസത്തോടുകൂടെ മറ്റൊരുവിലേക്ക് പകരുമ്പോഴാണ് വെള്ളത്തിൻ്റെ കളറുകൾക്ക് മാറ്റം ഭവിച്ചത്. ഈ മെസ്സേജ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്.
എന്നാൽ ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പക്ഷേ തകർച്ചയുടെ അനുഭവങ്ങളായിരിക്കാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാത്ത നിരവധി വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരുന്നേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വന്നത് സാധാരണക്കാരനല്ല, അസാധാരണക്കാരനാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം ആരൊക്കെ ഈ വചനത്തെ സ്വീകരിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ അവൻ നിശ്ചയമായിട്ട് ഒരത്ഭുതം ചെയ്യുവാതിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ യേശുവിന് വേണ്ടി കാത്തിരിക്കണം. യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതൊരത്ഭുതമായി മാറുകയാണ്. ജീവിതത്തിൻ്റെ അകത്ത് തകർന്ന മനസ്സുകളെ ഉണർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വചനപ്രകാരമുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് വെളിപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചിലത് നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട് ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ ഒരത്ഭുതം ചെയ്യുവാൻ ആ ദൈവം എന്നും എപ്പോഴും മതിയായവനാകുന്നു. ചിന്തകൾക്കതീതമാണ് ദൈവിക പദ്ധതികൾ. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ നമ്മൾ പലപ്പോഴും ഒരു അതിര് സൃഷ്ടിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണുകൾ കൊണ്ടോ നമ്മുടെ ചിന്താഗതികൾ കൊണ്ടോ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു അനുഭവങ്ങൾ കൊണ്ടും വിലക്കിടുവാൻ പാടില്ല. കാരണം ദൈവം തൻ്റെ പദ്ധതികൾ ഏത് സമയം എപ്രകാരം ചെയ്യുന്നുവെന്ന് നമുക്കാർക്കും അറിയുന്നുകൂടാ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് പലപ്പോഴും മനുഷ്യൻ പരിമിതി നിർണ്ണയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവൻ്റെ പദ്ധതികൾ കാണുവാൻ കഴിയാതെ പോകുന്നത്. ഒരുപക്ഷേ ആ ഭവനത്തിലെ വ്യക്തികളാണ് ഈ സംഭവങ്ങൾ യേശുക്രിസ്തുവിനോട് പറയുന്നതെങ്കിൽ അവർക്ക് എന്തിന് സാധാരണ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ അയ്യോ ഇവിടുത്തെ വീഞ്ഞ് തീർന്നു പോയി എന്നേ പറയുവാൻ സാധ്യമാകൂ. എന്നാൽ അമ്മ പറയുന്നത് തൻ്റെ മകനെക്കുറിച്ചുള്ള ദൈവിക അരുളപ്പാടുകൾ തൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഇവൻ പരിമിതിയിൽ ഒതുങ്ങിത്തീരുന്ന ഒരു ക്രിസ്തുവല്ല, മാത്രം ഇവൻ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി എൻ്റെ ഉദരത്തിൽ ജന്മമെടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ മകനാകുന്ന യേശുവിനെക്കുറിച്ച് നല്ല ഉറപ്പുണ്ട്, ഇവനൊരത്ഭുതം ചെയ്യുവാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ സാഹചര്യങ്ങൾ, പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ ചിന്താഗതികൾ, ഇടുങ്ങിയ ചിന്താഗതികൾ, പലപ്പോഴും വാഗ്ദത്ത മണ്ഡലങ്ങൾ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളിലേക്ക് ഒരത്ഭുത വിഷയമായി തീരുവാൻ പലപ്പോഴും തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൻ്റെ ദർശനത്തിന് ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്. ദർശനത്തിന് ദൈവം ഒരു പരിധി നിർണയിച്ചിട്ടുണ്ട്. ആ പരിധി ഈ കാലഘട്ടത്തിൽ ഒന്ന് വെളിപ്പെട്ട് വരണം. പലപ്പോഴും എവിടെയൊക്കെയോ പരിധിക്ക് നിറ്റുപോയ, എവിടെയൊക്കെയോ ആ വാഗ്ദത്ത മണ്ഡലങ്ങളിൽ കാലുകുത്തുവാൻ കഴിയാതെ എവിടെയൊക്കെ വീണ് കിടക്കുന്ന അവസ്ഥകൾ, എന്നാൽ വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. എന്നാൽ അവൻ്റെ ബലമുള്ള കരങ്ങളിൽ പിടിച്ച് ഉയർന്നു കഴിയുമ്പോൾ ഭക്തനായിരിക്കുന്ന ദാവീദ് പറഞ്ഞു, അവൻ എന്നെ സ്ഥിരമായ ഒരു പാറമേൽ നിർത്തി എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. സ്തോത്രം. അപ്പോൾ ആ യഹോവയാകുന്ന ദൈവം അല്ലെങ്കിൽ പുത്രനായിരിക്കുന്ന ക്രിസ്തു നമ്മളിൽ വെളിപ്പെട്ട് വരുമ്പോൾ പരിധി വച്ചിരുന്ന അവസ്ഥകൾക്ക് മാറ്റം വരും. യോസഫ് ഫലപ്രദമായ വൃക്ഷം, അവൻ മതിലുകൾക്കപ്പുറത്ത് പടരുമെന്ന ദൈവത്തിൻ്റെ വചനമാണ്. പലപ്പോഴും വാഗ്ദത്ത മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ, വിശ്വാസ മേഖലകൾ അപ്പുറത്തെ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കാണാൻ കഴിയാതെ പലപ്പോഴും എവിടെയൊക്കെയോ പരിമിതികൾ നിർണ്ണയിക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ആ മതിലുകൾക്കപ്പുറത്ത് പടരുവാൻ ദൈവം വിശേഷമായിരിക്കുന്ന ഒരു ഒലിവ് തൈയായി, വിശേഷമായിരിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന നല്ല ഒരു മുന്തിരിവള്ളിയാക്കി നമ്മെ മാറ്റുമ്പോൾ നാം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാനിടയാകും. യേശുവിൻ്റെ അമ്മ പറഞ്ഞ ആജ്ഞ അനുസരിച്ച് അവർ ചെയ്തത് മുഖാന്തരമായി, അവർ അനുസരിക്കുവാൻ ഇടയായത് മൂലമായി ആ പാത്രങ്ങൾ വെള്ളത്താൽ നിറയപ്പെട്ടു. ആ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് കമർത്തുമ്പോൾ അത് വീഞ്ഞായി തീരുവാനിടയായി. സാരാഭാത്തിലെ വിധവയെ പഠിക്കുമ്പോൾ ഭക്തനായിരിക്കുന്ന ഏലിയാവ് തനിക്കൊരട വേണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒരു പാത്രം വെള്ളം വേണമെന്ന് അപേക്ഷിക്കുമ്പോൾ
വെള്ളത്തിനും അടയ്ക്കും കൂടെ കടന്നു ചെല്ലുന്ന സ്ത്രീ പറഞ്ഞൊരു വാക്ക് പ്രകാരമാ, അല്പം മാത്രമേ എൻ്റെ പക്കലുള്ളൂ, അല്പമേ ഉള്ളൂ, കാരണം ഇത് ഭക്ഷിച്ചിട്ട് ഞങ്ങൾ മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവസാനത്തെ മരണത്തിൻ്റെ അപ്പമാണ് ആ കൂടാരത്തിലെ ആ പാത്രത്തിലിരിക്കുന്നത്. എന്നാൽ ഏലിയാവ് പറയുന്നൊരു വാക്ക് പ്രകാരമാണ്, അതെനിക്ക് വേണം, കാരണം നീ ഈ അപ്പം തിന്നിട്ട് മരിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ വിശപ്പുള്ള ഞാൻ ഈ അപ്പം തിന്നിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ മരണമെന്ന അട എൻ്റെ പക്കൽ തരിക, എന്നാൽ ജീവൻ്റെ അപ്പം നിൻ്റെ പാത്രത്തിൽ നിറയപ്പെടുന്ന അനുഭവം വിശ്വാസത്തോടെ. ഹല്ലേലൂയ. അതിനുശേഷം ഏലിയാവ് പറയുന്നു, അതിനുശേഷം നീയും നിൻ്റെ മകനും ഉപജീവനം കഴിച്ചുകൊള്ളുക. ഏലിയാവിൻ്റെ വിശ്വാസത്തോടുള്ള പ്രഖ്യാപനം. ആ പാത്രത്തിൽ നിന്നും അവസാനത്തെ പിടിമാവും കരങ്ങളിലെടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ദൂത് മറഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് ഏലിയാവിന് വേണ്ടി ദൈവം സെപ്പറേറ്റായിട്ട് ഒരുക്കി ഒന്നാണ്. കെരീത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്ന ഏലിയാവിനെ സാരാഫാത്തിലെ വിധവയുടെ അടുക്കലേക്ക് വിടുമ്പോൾ അത്ര ദിവസവും ആ പാത്രത്തിൽ നിന്ന് തന്നെയാണ് ഈ വിധവ വാരിക്കൊണ്ടിരുന്നത്. അത്ര ദിവസവും ആ വിധവയും മകനും കഴിച്ച അപ്പങ്ങൾ ഈ പാത്രത്തിൽ നിന്നെടുത്ത മാവുകൾ കൊണ്ടാണ്. എന്നാൽ ഭക്തനായിരിക്കുന്ന ഏലിയാവിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം അവസാനമായി ഒരുക്കി വെച്ചിരിക്കുന്ന മാവിനെ തൊടുവാൻ സ്തോത്രം യഹോവയാകുന്ന ദൈവം അനുവദിച്ചില്ല. അത് ഏലിയാവിങ്കലേക്ക് കൊടുക്കപ്പെട്ടപ്പോൾ അവർ വിചാരിച്ചു, അയ്യോ എല്ലാം തീർന്നു. ഉദരവിശപ്പോടുകൂടി ഇരിക്കുന്ന കുഞ്ഞ്, സ്തോത്രം നാളത്തെ അവസ്ഥ എന്താകുമെന്നോർത്തിരിക്കുന്ന ആ സഹോദരി, അവർ പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം അവരുടെ കൂടാരത്തിൽ സ്വർഗത്തിലെ ദൈവം ചെയ്തു. ആ കൂടാരത്തിലെ ആ പാത്രത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് നിറഞ്ഞ ഒരു അനുഭവം. ഇന്ന് പകൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്തിട്ട്, ദൈവഭക്തന്മാർക്ക് വേണ്ടി കൊടുത്തിട്ട് നിൻ്റെ പാത്രങ്ങൾ ശൂന്യമായി പോയോ എന്ന് വിചാരിക്കരുത്. ഈ കാലഘട്ടത്തിൽ പാത്രങ്ങളെ നിറയ്ക്കുവാൻ മഹാദൈവം വിശ്വസ്തനാണ്. ഈ കാലഘട്ടത്തിൽ ഏത് വലിയ പ്രതിസന്ധികൾ ഉയർന്നു വരട്ടെ, അവിടെയെല്ലാം എന്നെയും നിങ്ങളെയും താങ്ങുന്ന ഒരു മഹാദൈവമുണ്ട്. ആ പാത്രങ്ങൾ സ്തോത്രം വെള്ളം നിറച്ച് മറ്റുള്ള പാത്രങ്ങളിലേക്ക് ഒഴിക്കപ്പെട്ടപ്പോൾ ആ പാത്രങ്ങളെല്ലാം നിറഞ്ഞു കവിയുന്നതായി തീർന്നു. അതിൻ്റെ അകത്ത് വീഞ്ഞ് നുരയ്ക്കുവാൻ തുടങ്ങി. വിശ്വാസത്തോടെ അതിന്ന് പകൽക്കാലം പ്രാപിക്കാം. ദൈവത്തിന് ഒരത്ഭുതം ചെയ്യുവാനുണ്ട്. ആരൊക്കെ അവൻ്റെ ആജ്ഞ കേട്ട്, ആരൊക്കെ ആ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരത്ഭുത കാര്യങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന അത് ഫലിക്കുന്ന ഒന്നായിത്തീരുന്നു. വിശ്വാസം ആരുടെ ജീവിതത്തിലുണ്ടോ, അനുസരണം ആവശ്യമാണ്, വിശ്വാസം ആവശ്യമാണ്, ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആവശ്യമാണ്, ത്യജിക്കുന്നത് ആവശ്യമാണ്, സമർപ്പിക്കപ്പെടുന്നത് ഏറ്റവും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ വെളിപ്പെടുകയുള്ളൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വാലി ഓഫ് ബറാക്ക എന്ന ഫേസ്ബുക്ക് പേജിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല ദൈവഭക്തന്മാരെയും ദൈവജനത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തുടർന്നുള്ള വിലയേറിയ പ്രാർത്ഥനകൾ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.